കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം പൊളിഞ്ഞു വീണു. പൊളിഞ്ഞത് 14-ാം വാർഡിൽ ശുചിമുറിയുള്ള ഭാഗം. 2 പേർക്ക് പരിക്ക്. ഉപയോഗത്തിലുള്ള കെട്ടിടമല്ലെന്ന് അധികൃതർ. മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും സ്ഥലത്ത്. തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ആംബുലൻസ് ഡ്രൈവർ. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ KSRTC ഡ്രൈവർക്ക് ചികിത്സ വൈകിപ്പിച്ചു. റെഡ് സോണിൽ ബെഡില്ലാത്തതിനാൽ സ്ട്രക്ചറിൽ തന്നെ കിടത്തി. ചോദ്യം ചെയ്തപ്പോൾ ഇത് സർക്കാർ ആശുപത്രിയല്ലെന്ന് ജീവനക്കാർ ചോദിച്ചുവെന്നും ആരോപണം. KSRTC ഡ്രൈവർക്ക് പരിക്കേറ്റത് കുന്നംകുളത്ത് KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രതിസന്ധിയിലെ തുറന്നുപറച്ചിൽ. തനിക്കെതിരെ നടപടിക്ക് സാധ്യത എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ചുമതല ജൂനിയർ ഡോക്ടർമാർക്ക് കൈമാറി. തുറന്നുപറച്ചിലിൽ ഗുണമുണ്ടായെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വൈകുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്ന് അന്വേഷണ സമിതി റിപ്പോർട്ട്. ഡോക്ടർ ഹാരിസിന്റെ പരസ്യ പ്രതികരണം ചട്ടവിരുദ്ധമെങ്കിലും നടപടി വേണ്ടെന്നും 4-അംഗ സമിതി. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പോരുമുറുകുന്നു. VC ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ പെരുമാറുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി. രജിസ്ട്രാർക്ക് ജോലിയിൽ തുടരാമെന്ന മന്ത്രി R ബിന്ദു. VCയുടേത് RSS വിധേയത്വമെന്ന് K മുരളീധരൻ. VCക്കെതിരെ കോടതിയെ സമീപിക്കാൻ രജിസ്ട്രാർ. രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താൻ SFI. ആലപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയത് മകളുടെ രാത്രിയാത്രയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. കേസിൽ അമ്മയെയും പ്രതി ചേർത്തു. കൊലപാതക വിവരം വീട്ടുകാർ മറച്ചുവെച്ചെന്ന് പോലീസ്. VSന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ ചികിത്സ. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം. മാലിയിൽ ഇന്ത്യൻ പൗരന്മാരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയത് സിമന്റ് ഫാക്ടറി തൊഴിലാളികളായ ഇന്ത്യക്കാരെ. തട്ടിക്കൊണ്ടുപോയത് അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള സംഘടന. മാലി സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് ഇന്ത്യ.